എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ടുള്ള ഹാൾട്ടർ നെക്ക് ഡ്രസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫ്രണ്ടിൽ പ്ലീറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഈ ഹാൾട്ടർ നെക്ക് തന്നെ സൈഡിൽ നോട്ട് വരുന്ന മോഡലിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം വിഡ്ത്തുള്ള ഫാബ്രിക് നോക്കിയിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 60 ഇഞ്ച് വിഡ്ത്തുള്ള ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അത്ര ഇല്ലെങ്കിലും ഒരു 44 ഇഞ്ച് വിഡ്ത്തുള്ള ഫാബ്രിക് എങ്കിലും നിർബന്ധമായിട്ടും എടുക്കണം കേട്ടോ. 2.5 മീറ്റർ ഫാബ്രിക് നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ 60 ഇഞ്ച് വിഡ്ത്തുള്ളതുകൊണ്ട് 2 മീറ്റർ ഫാബ്രിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ പാറ്റേൺ ഷീറ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. കൂട്ടിയും കുറച്ചും ഒന്നും വേണ്ട, ആക്ച്വൽ ഷോൾഡർ എത്ര വെച്ചാൽ അത് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഇവിടെ 7 ഇഞ്ചാണ്, 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഷോൾഡർ സ്ട്രോപ്പിന് വേണ്ടി ഒരു അളവ് മാർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്കത് മാർക്ക് ചെയ്യേണ്ട. നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴേക്ക് എത്രയാണോ നമ്മുടെ ആം ഹോൾ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 7 ആണ്, അതും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലൊരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കോളർ വരുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് വിഡ്ത്ത് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി കൂട്ടി മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ കോളർ വല്ലാതെ ലൂസായി പോകും. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് വിഡ്ത്ത് കാണുക എന്നുള്ളത് പറയാം. എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് അതിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 3 ഇഞ്ചാണ്. നിങ്ങളുടെ അളവ് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ടുള്ള അളവ് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ 9 ആണ്, 9 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. ടോപ്പിൽ നിന്ന് നേരെ താഴേക്ക് 14 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്. അത് മാർക്ക് ചെയ്തിട്ട് അവിടെ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക. അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. ആ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് മാക്സിമം എത്രയാണോ നിങ്ങൾക്ക് ഫ്ലെയർ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലെയർ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് പാറ്റേൺ വരയ്ക്കേണ്ടത്. ഇവിടെ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഒരു ഫുൾ ലെങ്ത് എടുത്തിട്ടില്ല. മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എയർലൈൻ ആയിട്ടുള്ള ഡ്രസ്സ് എങ്ങനെയാണ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കാണാം കേട്ടോ. ഇതുവരെ നമ്മൾ നോർമൽ ഒരു എയർലൈൻ പാറ്റേൺ വരയ്ക്കുന്നത് പോലെയാണ് വരച്ചിരിക്കുന്നത്. വ്യത്യസ്തമായിട്ട് എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആം ഹോൾ വരച്ചിട്ടില്ല. അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്നുള്ളത് കാണിക്കാം. ഇവിടെ നമ്മൾ ഹാൾട്ടർ നെക്ക് ആണ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ് പിക്കിൽ ഈ കോളർ കഴിഞ്ഞിട്ട് ഒട്ടും ഫാബ്രിക് ഇല്ല. ബാക്കി സ്കിന്ന് കാണുന്ന രീതിയിലുള്ള ഫോട്ടോ ആണ് നമുക്ക് അയച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് പ്രകാരമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്രയും സ്കിന്ന് കാണുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇടാൻ അത്ര കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്കിന്ന് കാണുന്ന രീതിയിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ സ്ലീവ്ലെസ് ആയിട്ട് എങ്ങനെയാണ് കോളർ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോയും ഞാൻ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ ഞാനൊരു തംബ്നെയിൽ കൊടുക്കാം. ചാനലിൽ നിങ്ങൾ ഈ ഒരു തംബ്നെയിൽ സെർച്ച് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. സാധാരണ നമ്മൾ ബാക്ക് ഓപ്പൺ കോളർ ചെയ്യുന്ന സമയത്ത് 3 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കാറ്. ഇവിടെ 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറയാം. സാധാരണ നമ്മളൊരു കോളർ ചെയ്യുമ്പോൾ 3/4 to 1 ഇഞ്ച് വിടുത്തുള്ള കോളറാണ് ചെയ്യുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ് ഫോട്ടോയിൽ 2 ഇഞ്ച് വിടുത്താണ് വരുന്നത്. അത്രയും വിടുത്ത് വരുമ്പോൾ നമ്മൾ സാധാരണയിൽ നിന്ന് കുറച്ച് ലെങ്ത് ഇറക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അത് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് 3.5 ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്നനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. 3 ഇഞ്ച് നെക്ക് വെഡ്ത്തിൽ 3.5 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ഒരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. നോർമൽ ചെയ്യുന്ന പോലെയാണ്, അവിടെ ഒന്നും വ്യത്യാസമില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോർഷനിലേക്ക് നമുക്ക് വരാം. കോളർ കഴിഞ്ഞിട്ട് ഫാബ്രിക് ഒട്ടും ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് റെഫറൻസ് പിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നാണ് ഇനി നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ശ്രദ്ധിച്ച് തന്നെ കാണുക കേട്ടോ. അതായത് നമ്മൾ ഷോൾഡർ ലൈനിന് നേരെ താഴേക്ക് 0.6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 1/2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള അടുത്ത പോയിന്റ് ഇതേപോലെ 0.6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 0.6 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിന് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കാൻ ഞാൻ എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് കേട്ടോ. ഈ 0.6 ഇഞ്ചും നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത പോയിന്റും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ വെച്ചിട്ട് ഒരു ഷാർപ്പ് ഷേപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരു കേർവ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഫോട്ടോയിൽ ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആം ഹോളിന്റെ ഭാഗത്ത് ഇങ്ങനെ ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആകുമ്പോൾ അത് നമുക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് ഈ ആം ഹോളിന്റെ പോർഷനിൽ മാത്രം ജസ്റ്റ്
ഒരു കേർവ് കൊടുത്തിട്ട് ചെറുതായിട്ടൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു കേർവ് കൊടുക്കുക. ബാക്കി ഷാർപ്പായിട്ടുള്ളൊരു ഷേപ്പ് ഇതേപോലെ ഞാൻ സ്ക്രീനിൽ വരച്ച പോലെ വേണം നിങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി അതല്ല നിങ്ങൾക്ക് മൊത്തമായിട്ടൊരു കേർവ് ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു കേർവ് കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഇത് പ്രകാരം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ പോർഷൻ വരുമ്പോൾ നമ്മൾ ഈ ഒരു 0.6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആണല്ലോ നമ്മൾ വരച്ചത്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ട് അതിലൂടെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിലെ നെക്ക് നമ്മളിപ്പം കട്ട് ചെയ്തിട്ടില്ല. ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത് കേട്ടോ. പ്ലീറ്റ് ഇല്ലാത്തൊരു മോഡലും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ആൾക്കാർ മെസ്സേജ് ആയിട്ടും കുറേ ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ആയിട്ടും അതിൻ്റെ ഒരു വീഡിയോ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെപ്പറേറ്റ് എല്ലാത്തിനും ഓരോ വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിലും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെയാണ് പറയുന്നത്. ഒന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വരച്ച ഈ ഒരു പാറ്റേൺ പ്രകാരം നിങ്ങൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേപോലെ പീസ് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇവിടെ ഫ്രണ്ടിലേക്ക് പ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മോഡലിൽ നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ഈ ബാക്ക് പീസ് കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിന് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ലെങ്ത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് വെച്ചാൽ ആ ലെങ്ത്തിൽ എടുക്കാം. 20 ഇഞ്ചാണ് വിടുത്തായിട്ട് എടുത്തിരിക്കുന്നത്. അതായത് ഫോൾഡ് ചെയ്തിട്ടപ്പോൾ ഉള്ള വിടുത്താണ് 20 ഇഞ്ച് എന്ന് പറയുന്നത്. ഒരു എ ലൈൻ ടോപ്പ് ചെയ്യുന്ന സമയത്ത് 18 to 22 ഇഞ്ച് വിടുത്തെങ്കിലും മാക്സിമം നിങ്ങൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. 22ന്റെ മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഒത്തിരി വിടുത്താവുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ 20 ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ നമ്മൾ പ്ലീറ്റ് കൊടുക്കാതാണ് ചെയ്യുന്നത്. കാരണം രണ്ട് മെത്തേഡും ഈ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നിങ്ങൾക്ക് ബാക്കിലും പ്ലീറ്റ് വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫ്രണ്ടിലെ പീസ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ വേണം നിങ്ങൾ ബാക്ക് പീസും കൂടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഫോൾഡ് ചെയ്തിരിക്കുന്ന പീസിൻ്റെ കറക്റ്റ് മുകളിലായിട്ട് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. ഈ പാറ്റേണിലുള്ള അളവൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ വേസ്റ്റിന്റെ അളവ് വരെയാണ് നമ്മൾ പാറ്റേണിലുള്ളത് പോലെ മാർക്ക് ചെയ്യുന്നത്. അവിടുന്ന് താഴേക്ക് നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. മാക്സിമം ഫ്ലെയർ കിട്ടുന്ന രീതിയിൽ ഒരു എയർലൈൻ മോഡലാണ് വരയ്ക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഹിപ്പിന്റെ അളവും കൂടി മാർക്ക് ചെയ്തിട്ട് അതിന് ശേഷമാണ് മാക്സിമം ഫ്ലെയറിലേക്ക് പോകേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ മാർക്ക് ചെയ്ത പ്രകാരം ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. സെൻറ്ററിൽ ഇതേപോലൊരു നോച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ പ്ലീറ്റ് ഇല്ലാണ്ടാണ് ചെയ്യുന്നതെങ്കിൽ സെയിം ഇതേപോലെ തന്നെ ഫ്രണ്ട് പീസും കട്ട് ചെയ്യുക. ഇനി ഫ്രണ്ടിൽ പ്ലീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഫ്രണ്ട് പീസ് ഇതേപോലെ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഫാബ്രിക് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ രണ്ടാക്കി മടക്കിയിടുന്ന സമയത്ത് 20 ഇഞ്ചാണ് വിടുത്തുണ്ടായിരുന്നതെങ്കിൽ ഇവിടെ 30 ഇഞ്ച് വിടുത്തിലാണ് ഞാൻ മടക്കിയിട്ടത്. എൻ്റെ അടുത്ത് ഫാബ്രിക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത്രയും വിടുത്തിൽ മടക്കിയിട്ടേ ഉള്ളൂ. ഉണ്ടെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. നല്ല രീതിയിൽ പ്ലീറ്റ് ഇൻടേക്ക് ഒക്കെ കൊടുത്താൽ നല്ല രീതിക്ക് അതിരിക്കും. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഫാബ്രിക്കിന്റെ വിടുത്ത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഫോൾഡ് ചെയ്തിടുക. എന്തായാലും ഒരു 5 to 8 ഇഞ്ചെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കുക. ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ ഒരു 5 to 8 ഇഞ്ചെങ്കിലും പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഫാബ്രിക് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. എനിക്കിവിടെ 10 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഈ ലൈനിന്റെ മുകളിലായിട്ട് നമുക്ക് പാറ്റേൺ വെച്ചു കൊടുക്കാം. പാറ്റേണിൽ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു നെക്കും കൂടി കട്ട് ചെയ്തിട്ടാണ് ഇതേപോലെ വെക്കുന്നത്. വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റിന്റെ അളവ് വരെ നമ്മുടെ ഈ പാറ്റേൺ പ്രകാരം മാർക്ക് ചെയ്തിട്ട് ബാക്കി മാക്സിമം ഫ്ലെയർ കിട്ടുന്ന രീതിയിൽ ഒന്നെങ്കിൽ മാർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ബാക്ക് പീസ് ഇതിന്റെ മുകളിൽ ഇട്ടിട്ട് ആ അളവ് പ്രകാരം മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. ഈ നെക്ക് ഇതിലേക്ക് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ലൈന് കറക്റ്റ് ഈ 10 ഇഞ്ചിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മുടെ ഈ ഒരു നെക്കിന്റെ ഷേപ്പ് ഒക്കെ അനുസരിച്ചിട്ട് എങ്ങനെയാണോ നമ്മുടെ പാറ്റേൺ ഇരിക്കുന്നത് വെച്ചാൽ അത് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നിവർത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 10 ഇഞ്ച് ഒരു സൈഡിലേക്ക് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലേക്കും കൂടി ആവുമ്പോൾ 20 ഇഞ്ച് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഫാബ്രിക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്ലീറ്റ് ഇൻടേക്ക് കൊടുത്തിട്ടാണ് ഞാനിവിടെ പ്ലീറ്റ് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്ലീറ്റ് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നെക്കിന്റെ ഷേപ്പ് ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പ് എൻഡ് ചെയ്യുന്ന പോയിന്റ് മുതൽക്കാണ് നമ്മൾ പ്ലീറ്റ് ഇടുന്നത്. അതായത് ഈ റൗണ്ട് ഷേപ്പിലേക്ക് കയറുന്ന രീതിയിലേക്ക് ഞാൻ പ്ലീറ്റ് ഇടുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഈ പ്ലീറ്റ് ഇങ്ങനെ ചരിഞ്ഞിരിക്കും. അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ റൗണ്ട് ഷേപ്പ് ഇങ്ങനെ എൻഡ് ചെയ്യുന്ന പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പ്ലീറ്റ് ഇടുന്നത്. ഇത് എങ്ങനെയാണ് കറക്റ്റ് അളവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ ബാക്ക് പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവാണോ എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ബാക്ക് പീസിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ പ്ലീറ്റ് ഇൻടേക്ക് കൊടുത്തിട്ടാണ് പ്ലീറ്റ് ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പ്ലീറ്റ് ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും.
അത്യാവശ്യം നല്ല രീതിയിൽ ഫാബ്രിക് ഉണ്ടായിരുന്നു. അത് പ്ലീറ്റ് ഇട്ടപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു 8 ഇഞ്ചെങ്കിലും എടുക്കുകയാണെങ്കിലേ ആ പ്ലീറ്റ് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്ക് പീസിന്റെ അളവ് ഇതിന്റെ മുകളിൽ വെച്ച് കാണിക്കാം. കറക്റ്റ് ആയിട്ടാണ് ഞാൻ പ്ലീറ്റ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഷോൾഡർ ഒന്നും സ്റ്റിച്ച് ചെയ്യാനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താണോ നമ്മുടെ ആം ഹോളിന്റെ ഷേപ്പ് വെച്ചാൽ അതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വിടുത്തുള്ള 4 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. മെയിൻ ഫാബ്രിക്കിന്റെ മുകളിൽ ഈ ഒരു പീസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക. 2 ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് മടക്കി തയ്ക്കുക. അതായത് പുറത്തേക്ക് കാണാത്ത രീതിയിൽ തയ്ക്കുക. ഇതേപോലെ 4 ഭാഗങ്ങളും ഒന്ന് ചെയ്തെടുക്കുക. ഇനി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കോളർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് തന്നിരിക്കുന്ന ഫോട്ടോയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു കോളർ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഒരു ബോ ഇതേപോലെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അയച്ച ആൾ തന്നെ വേറൊരു ഫോട്ടോയും കൂടി അയച്ചിരുന്നു. കോളറോട് കൂടി തന്നെ ബോ ചെയ്യുന്ന മോഡൽ, അതായത് നോട്ട് വരുന്ന മോഡലിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാനിവിടെ നോട്ട് വരുന്ന മോഡലിൽ എങ്ങനെയാണ് ചെയ്യുക, അതായത് ഒരു കെട്ട് ബോ ആയിട്ട് ഇങ്ങനെ സൈഡിൽ കെട്ടി കൊടുക്കുന്ന മോഡൽ എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള കോളർ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നേരത്തെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള കോളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മെത്തേഡ്, അതായത് ഇത്രയും ചെയ്തതിന് ശേഷം ആ ഒരു കോളർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണതെന്ന് ആ ഒരു വീഡിയോയിൽ കണ്ടിട്ട് അത് പ്രകാരം ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ് കൊടുക്കാം, അതല്ലെങ്കിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് ഒരു ഓപ്പണിംഗ് കൊടുത്താലും മതി. അതൊക്കെ വീഡിയോയിലുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ആ കെട്ടുന്ന മോഡലിൽ എങ്ങനെയാണ് കോളർ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ കോളർ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള കോളർ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചത് കൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഒരു ഫാബ്രിക് ഇതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൈഡിൽ നിന്ന് കട്ട് ചെയ്ത ഫാബ്രിക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തന്നെ. പിന്നെയാണ് ഈ ഒരു നോട്ട് വരുന്ന മോഡലിൽ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേപോലെ 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു പീസ് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും, ജോയിനിങ് ഇല്ലാണ്ട്. കാരണം ഇത് ഫുള്ളായിട്ട് വിസിബിൾ ആവും എല്ലാ ഭാഗവും. അപ്പൊ ജോയിനിങ് വരാത്തതാണ് നല്ലത് കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു 5 ഇഞ്ചാണ് വിടുത്ത് എടുത്തിരിക്കുന്നത്. 5 ഇഞ്ച് വിടുത്തിൽ മാക്സിമം കിട്ടുന്ന ലെങ്ത്തിൽ, അതായത് 2 പീസ് ജോയിൻ ചെയ്തിട്ട് മാക്സിമം കിട്ടുന്ന ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. എത്ര എടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. കാരണം കുറച്ച് ലെങ്ത്തിൽ ആ ഒരു നോട്ട് ഉണ്ടാവണതാണ് കാണാൻ ഭംഗി. ഈ 5 ഇഞ്ച് വിടുത്ത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇഞ്ച് വിടുത്തുള്ള കോളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേ 2 ഇഞ്ച് മടക്കുമ്പോഴും വേണം. പിന്നെ നമുക്കൊരു 1 ഇഞ്ച് സീം അലവൻസും കൂടി വേണം. അങ്ങനെയാണ് 5 ഇഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ കാണാം. ഇതുപോലെ നമ്മൾ ഈ ഒരു ഫാബ്രിക്കിന്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ ഒരു എൻഡ് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ബോ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇങ്ങനെ മൈന്യൂട്ടായിട്ട് വന്നിട്ട് ഈ ഒരു വിഡ്ത്തിലേക്ക് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതായത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യരുത്, കുറച്ച് ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിനൊന്ന് മറിച്ചെടുക്കുന്നുണ്ട്. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. 2 ഭാഗവും കുറച്ചേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പൊ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി ഇതിന്റെ 2 സൈഡിലും ഓൾറെഡി സീം അലവൻസ് നമുക്ക് കിട്ടും. ഈ സീം അലവൻസ് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തതോടെ തന്നെ എനിക്ക് സെന്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെന്ററിന്റെ 2 സൈഡിലേക്കായിട്ട് 2 പീസ് വെക്കാം. ഞാൻ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് വെച്ചത് കേട്ടോ. കാരണം ആ ഒരു സെന്ററിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗം പുറമേ കാണാത്ത രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെന്ററിന്റെ 2 സൈഡിലായിട്ട് 2 പീസ് വെക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ടെയിലിന്റെ ലെങ്ത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബാക്ക് പീസിന്റെ ചീത്ത വശം റോങ് സൈഡ് എടുക്കുക. റോങ് സൈഡിന്റെ മുകളിലേക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ഓൾറെഡി സീം അലവൻസ് അയൺ ചെയ്തതുകൊണ്ട് കറക്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്തതിന് തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ ഫ്രണ്ട് പീസും സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയല്ല, കുറച്ചൊരു ഗ്യാപ്പ്, 2 പീസുകൾ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് അവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഫ്രണ്ടിലേക്കുള്ള പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതായത് ബാക്ക് പീസ് മറച്ചിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 2 പീസ് ഇങ്ങനെ കറക്റ്റ് ആയിട്ടാണോ വരുന്നത്, അതായത് ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും ആണല്ലോ. അപ്പൊ ഈ 2 പീസുകളുടെ നല്ല വശങ്ങളും ഒരേപോലെയാണോ വരുന്നത്, കറക്റ്റ് നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവണേ അതേപോലെ തന്നെയാണോ വരുന്നതെന്ന് നോക്കിയിട്ട് വേണം
ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു വ്യത്യാസം എന്തായാലും അതിലുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്കത് ഒരു ഡ്രസ്സായിട്ട് കൺവേർട്ട് ആയിട്ട് വരുമ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കറക്റ്റ് ആയിട്ടാണോ വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വേണം ഫ്രണ്ട് പീസ് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്രണ്ട് പീസ് ഇതേപോലെ വെച്ചിട്ട് ഫ്രണ്ടിലെ പോർഷനും ഇതേപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കോളറിന് വേണ്ടി എടുത്തിരിക്കുന്ന ഫാബ്രിക് ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ ഒരു സീം അലവൻസ് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ബാക്കി എക്സ്ട്രാ വരുന്ന ഫാബ്രിക് ഉണ്ടല്ലോ, ആ ഫാബ്രിക്കും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ആ ഷേപ്പിന്റെ പോർഷനും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. കാരണം പകുതിക്ക് വെച്ച് സ്റ്റിച്ച് നിർത്തുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഷേപ്പ് എൻഡ് ചെയ്യുന്ന ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ മുകളിലും കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അതായത് ബാക്ക് പീസിന്റെ പോർഷനാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അവിടെയും കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് ഫിനിഷ് ചെയ്യാം. ഇവിടെ നമ്മൾ വെറും ഫാബ്രിക് വെച്ചിട്ട് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല കട്ടിയിൽ സ്റ്റഡി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ കോളറിന്റെ പോർഷൻ മാത്രം വേണമെങ്കിൽ ഒരു ക്യാൻവാസ് പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ അയൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഈ കോളർ എൻഡ് ചെയ്യുന്ന പോർഷനിൽ തന്നെയാണ് നമ്മുടെ ഈ ഫാബ്രിക് വരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അളവ് പ്രകാരം നിങ്ങൾ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ സൈഡ് ജോയിൻ ചെയ്ത് താഴ്ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സ് ഉണ്ടാവുന്നത്. അതായത് നോട്ട് വരുന്ന ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടിന്റെ പോർഷൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം കോളറിന്റെ ഈ ഭാഗം എത്രയാണോ നിങ്ങൾക്ക് ടൈറ്റ് വേണ്ടതെന്ന് വെച്ചാൽ ആ ടൈറ്റിനനുസരിച്ചിട്ട് കെട്ടി കൊടുക്കുക. കെട്ടുമ്പോൾ അവിടെ ഒരു ബോ ക്രിയേറ്റ് ചെയ്ത് കെട്ടുകയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക്. പ്ലീറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, പക്ഷെ വളരെ എളുപ്പത്തിൽ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്